സത്യത്തിനു വേണ്ടി നിലകൊണ്ടാൽ എതിർപ്പുണ്ടാകും. എതിർപ്പുകളെ പേടിച്ച് സത്യത്തിൽ നിന്നും ഒളിച്ചോടിയാൽ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നത് മിഥ്യയാണ്. എന്നാൽ സത്യം മാത്രമേ വിജയിക്കൂ. ഈ ലോകത്തിലും വരുവാനുള്ളതിലും അത് മാത്രമാണ് സത്യം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവരാജ്യം നിമിത്തമുള്ള കഷ്ടങ്ങളെ സന്തോഷത്തോടുകൂടെ സഹിക്കുവാൻ ക്രിസ്തുവിനെ ശ്രദ്ധയോടുകൂടെ നോക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്നത്തെ പഠനത്തിനായി യിരെമ്യാ പ്രവചന പുസ്തകം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. പാപത്താൽ ഹൃദയം കഠിനപ്പെടുത്തിയ യഹൂദയിലെ ജനങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ദൈവം തനിക്ക് പറയുവാനുള്ള ദൂത് അഭിനയിച്ച് കാണിക്കുവാൻ യിരെമ്യാവിനോട് ആവശ്യപ്പെട്ടു. ആദ്യം ദൈവം പ്രവാചകനെ കുശവൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഇസ്രായേലിനോടുള്ള ദൂത് അവിടെ അവൻ അറിയിച്ചു. അതിനുശേഷം ദൈവം യിരെമ്യാവിനെ തോഫത്തിലേക്ക് അയച്ചു. അവിടെ കുശവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയ ഒരു മൺകുടം ഉടച്ചു കളയുവാൻ ദൈവം പ്രവാചകനോട് ആവശ്യപ്പെട്ടു. തൻ്റെ ജനം അടിമത്തത്തിലേക്ക് പോകുന്നു എന്ന ദൂതാണ് ദൈവം അതിലൂടെ യിരെമ്യാവിലൂടെ നൽകിയത്. സിദെക്കീയാ രാജാവിൻ്റെ സമയത്ത് യിരെമ്യാവ് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചാണ് 20-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ശ്രേഷ്ഠനും നല്ലവനുമായ യോശിയാ രാജാവ് മരിച്ചു. അതിനുശേഷം യെഹോവാഹാസും യെഹോയാക്കീമും രാജ്യം ഭരിച്ചു. യഹൂദയിലെ അവസാനത്തെ രാജാവായ സിദെക്കീയാവാണ് ഈ പറയുന്ന സമയത്ത് ഭരണം നടത്തുന്നത്. തെക്കേ രാജ്യമായ യഹൂദയെ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും ദുഷ്ടനും അതേസമയം തന്നെ ബലഹീനനുമായിരുന്നു ഈ സിദെക്കീയാവ്. യിരെമ്യാവ് പ്രവചിച്ചതായ ബാബേൽ പ്രവാസം ഈ പറഞ്ഞ സിദെക്കീയാവിൻ്റെ ഭരണകാലത്താണ് നടക്കുവാൻ പോകുന്നത്. ഇനിയും യിരെമ്യാവിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഒരു വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയും. അവൻ ദൈവവചനം വിളിച്ചറിയിക്കുമ്പോൾ അവൻ വളരെ ശക്തമായിട്ടാണത് അറിയിച്ചിരുന്നത്. എന്നാൽ വ്യക്തിപരമായി നോക്കിയാൽ വളരെ ലോലഹൃദയമായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ്റെ ഏറ്റവും അടുത്ത മിത്രമായിരുന്ന യോശിയാ രാജാവ് മരിച്ചപ്പോൾ യിരെമ്യാവ് അവനെ ഓർത്ത് വിലപിച്ചു എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം വായിക്കുന്നു. യോശിയാവിൻ്റെ ശേഷം വന്ന 3 ദുഷ്ടരാജാക്കന്മാരും യിരെമ്യാവിൻ്റെ ശുശ്രൂഷയ്ക്കെതിരായിരുന്നു. അവൻ്റെ ദൂത് അവർ അവഗണിച്ചു കളഞ്ഞു. എന്നാൽ അവനെ ശാരീരികമായി അവർ ഉപദ്രവിച്ചിരുന്നില്ല. എന്നാൽ യിരെമ്യാ പ്രവചനം 20-ാം അധ്യായത്തിൽ യിരെമ്യാവ് ആദ്യമായി വ്യക്തിപരമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നതായി നാം കാണുവാൻ പോകുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. എന്നാൽ യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിൻ്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമിൻ ഗോപുരത്തിങ്കിലെ ആമത്തിൽ ഇട്ടു. എവിടെ നിന്നാണ് പീഡനം ആരംഭിക്കുന്നത് എന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അത് സംഘടിത മതത്തിലാണ് ആരംഭിച്ചത്. ഇന്ന് ദൈവവചനത്തിന് ഹാനി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെയും ക്രിസ്തീയ സഭ എന്ന് പേരുണ്ടെങ്കിലും വെറും സംഘടനകൾ മാത്രമായിരിക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. തലയാകുന്ന ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത യാതൊരു കൂട്ടവും ക്രിസ്തീയ സഭയല്ല, വെറും ഒരു സംഘടന മാത്രമാണ്. ലിബറൽ ദൈവശാസ്ത്രവും അല്ലെങ്കിൽ നവീകരണക്കാരെന്ന് പറയുന്ന അവരെപ്പോലെയുള്ള അനേകം കാര്യങ്ങളും നാം കാണുന്നത് ഈ പറയുന്ന സഭയുടെ പേരുള്ള സംഘടനകളിലാണ്. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ തള്ളിക്കളയുന്ന സഭയിൽ നിന്ന് അതിനെതിരായി ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന കാര്യം നാം എപ്പോഴും ഓർക്കണം. ദൈവവചനത്തിൻ്റെ ആധികാരികതയെയും ദൈവനിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നവർ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും
വിശ്വാസയോഗ്യമല്ലെന്നാണ് പറയുന്നത്. അത് ഈ കാലത്തിന് യോജിച്ചതല്ല എന്ന് ഈ കൂട്ടർ സമർത്ഥിക്കുന്നു. അവർ സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വിശാല വീക്ഷണത്തെക്കുറിച്ചും എല്ലാം പറയും. എന്നാൽ ബൈബിൾ ദൈവത്തിൻ്റെ വചനം എന്ന് വിശ്വസിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും ഈ കൂട്ടർ എതിർക്കും. സുവിശേഷത്തിന് ഇന്ന് പുറത്തുനിന്ന് നേരിടേണ്ടി വരുന്ന എതിർപ്പുകളേക്കാൾ അധികം സഭയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇരമ്യാവിൻ്റെ കാലത്തെ സംഘടിത മതത്തിൽ നിന്നാണ് ഇരമ്യാവിന് ശാരീരികമായ പീഡനം അനുഭവിക്കേണ്ടതായി വന്നത്. അതുകൊണ്ട് ഇന്നത്തെ സഭകളിൽ നിന്ന് അങ്ങനെ പീഡനം ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല സുഹൃത്തെ. 3-4 വാക്യങ്ങൾ. പിറ്റേന്നാൾ പശ്ഹൂർ യിരെമ്യാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ യിരെമ്യാവ് അവനോട് പറഞ്ഞത്, യഹോവ നിനക്ക് പശ്ഹൂർ എന്നല്ല മാഗോർ മിസ്ബൈബ് അല്ലെങ്കിൽ സർവത്ര ഭീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സ്നേഹിതന്മാർക്കും ഭീതിയാക്കി തീർക്കും. അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും, നിന്റെ കണ്ണ് അത് കാണും. എല്ലാ യഹൂദയെയും ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അവരെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നുകളയും. വേദപുസ്തകത്തിൽ കണ്ട് അറിയാതെ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഈ പേരിട്ട് കളയരുത്. അതിൻ്റെ അർത്ഥം അവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? സർവത്ര ഭീതി. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കുവാൻ നാം മടിക്കും, ഇല്ലേ? മാഗോർ മിസാബീബ്. മാഗോർ മിസാബീബ് എന്നതിൻ്റെ അർത്ഥം സർവത്ര ഭീതി എന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യിരെമ്യാവ് പശ്ഹൂരിനോട് പറയുന്നത് അവനും അവൻ്റെ കൂടെയുള്ള ആളുകൾക്കും ഭീഷണി വരുവാൻ പോകുന്നു എന്നത്രേ. 4-ാം വാക്യം ഞാൻ വായിച്ചല്ലോ. യിരെമ്യാവ് വീണ്ടും വീണ്ടും തറപ്പിച്ച് പറയുന്ന പ്രവചനമാണ് 4-ാം വാക്യത്തിൽ കാണുന്നത്. തെക്കേ ദേശമായ യഹൂദ പ്രവാസത്തിലേക്ക് പോകും. അതിനെ തടസ്സപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അവനെ അടിമകളാക്കി കൊണ്ടുപോകുന്നതിനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. മോശയും ശമൂവേലും ജീവനോടെ ഇരുന്ന് തന്നോട് അപേക്ഷിച്ചാൽ പോലും അത് സഹായകമായിരിക്കയില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. ദൈവത്തെ ത്യജിക്കുന്നതിൽ ജനം വളരെയധികം അതിര് കടന്നു പോയിരുന്നു. ഇപ്പോൾ ഭരണം നടത്തുന്ന രാജാവും അവന് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാരും അതാണ് വെളിപ്പെടുത്തിയത്. യിരെമ്യാവിന് എന്താണ് സംഭവിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവൻ പുറന്തള്ളപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സമയം വരെ അവൻ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൻ ശാരീരികമായ പീഡനത്തിന് ഇരയായി തീർന്നു. അതുകൊണ്ട് എല്ലാം അവൻ്റെ ദൂത് അവൻ്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. തൻ്റെ രാജി ദൈവത്തിന് സമർപ്പിക്കുവാൻ തന്നെ യിരെമ്യാവ് തീരുമാനിക്കുന്നു. ഈ മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയാൽ യിരെമ്യാവിനോട് നമുക്ക് സഹതാപമേ തോന്നുകയുള്ളില്ലേ? സംഭവങ്ങളോട് അവൻ അവഗണന മനോഭാവം കാട്ടുകയല്ല ചെയ്തത്. ഇതിനെക്കുറിച്ചെല്ലാം അവൻ വളരെ ആഴമായി ചിന്തിക്കുവാൻ തുടങ്ങി. അത് അവൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു. ഒരുപക്ഷെ മാനസികമായി തന്നെ യിരെമ്യാവ് തകർച്ചയുടെ ഒരു വക്കിലെത്തിയിരുന്നിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് സ്വാഭാവികവുമാണല്ലോ. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഞാൻ 5-ാം വാക്യം വായിക്കാം. ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും യഹൂദ രാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ അവയെ കൊള്ളയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പശ്ഹൂരേ, നീയും നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നീയും നിന്റെ വ്യാജ പ്രവചനം കേട്ട നിന്റെ സകല സ്നേഹിതന്മാരും ബാബേലിലേക്ക് ചെന്ന് അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു.
സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. 8 വാക്യം വരെയാണ് ഞാൻ വായിച്ചത്. യിരെമ്യാവ് പറയുന്നു, യഹോവേ, ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ എന്നെക്കൊണ്ടിത് കഴിയുകയില്ലെന്ന്? എനിക്ക് സംസാരിപ്പാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാനൊരു ബാലനാണെന്ന് നിന്നോട് ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ ദൈവമേ? എന്നാൽ നീ നിർബന്ധിച്ചെന്നെ ഈ ശുശ്രൂഷയ്ക്കാക്കി. ഇപ്പോൾ നോക്ക്, ജനം എൻ്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ എന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇടപെടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു ദൈവമേ. യഹോവയുടെ വചനം എനിക്കിടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. പാവം യിരെമ്യാവിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവൻ വളരെയധികം തളർന്നിരിക്കുന്നു. സ്വാഭാവികമാണ്. ശാരീരികമായി പീഡനവും അവനേൽക്കേണ്ടി വരുന്നു. അങ്ങനെ ശാരീരികമായും മാനസികമായും തളർന്ന നിലയിലാണ് യിരെമ്യാവ് എത്തിച്ചേർന്നിരിക്കുന്നത്. 9 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഇനിയും അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. ഈ സാഹചര്യത്തിൽ യിരെമ്യാവ് പറയുന്നത്, ദൂതൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. അതിൽ നിന്ന് എനിക്ക് ലഭിച്ചതോ മതനേതാക്കന്മാരിൽ നിന്നുള്ള പീഡനവും ജനത്തിൽ നിന്നുള്ള അവഗണനയും പരിഹാസവും മാത്രം. അതുകൊണ്ട് ഞാനിത് വിട്ടുകളയുകയോ? എന്നാൽ ഇപ്രകാരം താൻ വിരമിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവവചനം അവൻ്റെ അസ്ഥികളിൽ തീ കത്തുന്നത് പോലെ ആയിരുന്നു എന്ന് യിരെമ്യാവിന് മനസ്സിലായി. ഞാൻ സംസാരിച്ചേ മതിയാകൂ. അത് ചെയ്യാതെ അടങ്ങിയിരിപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് യിരെമ്യാവ് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതും ഇപ്രകാരം തന്നെയാണ്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ഞാൻ എല്ലാവർക്കും കടക്കാരനാകുന്നു. അതെ, ഈ ബോധ്യവും പൗലോസ് അപ്പോസ്തലനെ ഭരിച്ചിരുന്നു. ദൈവവചനം അറിയിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയപ്രേരണ ഈ വിധത്തിലായിരിക്കേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ മനോഭാവം ഏത് വിധത്തിലുള്ളതാണ്? താങ്കൾ പൂർണ്ണ ഹൃദയത്തോടുകൂടെ തിരുവചനം അറിയിക്കുവാൻ ബാധ്യസ്ഥനാകുന്നു എന്നോർക്കണം. യിരെമ്യാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. പഴയ നിയമത്തിൽ പല ദൈവമനുഷ്യരും ഇതുപോലെ ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. യോനയും ഇയ്യോബും ഏലിയാവും ഒക്കെ ചെയ്തത് ഇതുപോലെ തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് ജനിച്ചു എന്ന് അവൻ ചോദിക്കുവാൻ തുടങ്ങുന്നു. ഞാൻ ജനിക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. 16 വാക്യത്തിൽ പറയാണ്, എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയായിക കൊണ്ട് അവൻ യഹോവ അനുദപിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെപ്പോലെ ആയിത്തീരട്ടെ. രാവിലെ അവൻ നിലവിളിയും ഉച്ചസമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചുകൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? വളരെ ശക്തമായ ഭാഷയില്ലേ യിരെമ്യാവ് ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് ജനിച്ചത്? ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കയറി ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. എനിക്ക് മരിക്കണമെന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇയ്യോബ് മരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ജനന ദിവസത്തെ ശപിച്ചു എന്ന് നാം വായിക്കുന്നു. യോനാ പ്രവാചകൻ വളരെയധികം നിരാശനായി മരിക്കുവാൻ താല്പര്യപ്പെട്ടതായി നാം കാണുന്നുണ്ട്.
നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഏറ്റവും ബുദ്ധിഹീനമായൊരു കാര്യമാണല്ലേ? താങ്കൾക്ക് മരിക്കണം എന്നാഗ്രഹിക്കാമെങ്കിലും ആ ആഗ്രഹം കൊണ്ട് താങ്കൾ മരിക്കയില്ല. അങ്ങനെ ആരും ഇതുവരെ മരിച്ചിട്ടില്ല. യിരെമ്യാവ് വളരെ നിരാശനായിരിക്കുകയാണ്. എങ്കിലും ദൈവവചനം വിളിച്ചറിയിക്കണമെന്ന താല്പര്യം അപ്പോഴും അവനുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. അതാണല്ലോ നാം വായിച്ചത്. തൻ്റെ ജീവിതത്തിൽ ദൈവവചനം അറിയിക്കുന്നത് ഒരു നിർബന്ധമായി അവൻ മനസ്സിലാക്കിയിരുന്നു. ഇനി നമുക്ക് 21-ാം അധ്യായത്തിലേക്ക് വരാം. യഹൂദയിലെ അവസാനത്തെ രാജാവായ സിദക്കിയാവിൻ്റെ വാഴ്ചയുടെ കാലത്ത് നൽകിയ പ്രവചനങ്ങളാണ് ഈ 21 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. 21ഉം 22ഉം അധ്യായങ്ങളിൽ ഏറ്റവും കഠിനമായ ദൂതാണ് യിരെമ്യാവ് നൽകുന്നത് എന്ന് നമുക്ക് കാണാം. ഞാൻ ആദ്യത്തെ 2 വാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കാം. സിദക്കിയ രാജാവ് മൽഖ്യാവിൻ്റെ മകനായ പശ്ഹൂരിനെയും മയസേയാവിൻ്റെ മകനായ സഫന്യ പുരോഹിതനെയും യിരെമ്യാവിൻ്റെ അടുക്കൽ അയച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തൻ്റെ സകല അത്ഭുതങ്ങൾക്കും ഒത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിച്ചപ്പോൾ യിരെമ്യാവിനെ യഹോവയിങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. സിദക്കിയാവ് പ്രശ്നത്തിലായപ്പോൾ ദൈവവചനം അറിയിക്കുന്നു എന്ന് തനിക്കറിയാവുന്ന ആളിൻ്റെ അടുക്കിലേക്ക് അവൻ സഹായത്തിനായി പോയി എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. സഹായത്തിനു വേണ്ടി മതനേതാക്കന്മാരുടെ അടുത്തേക്കല്ല സിദക്കിയാവ് ആളുകളെ അയച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? യിരെമ്യാവേ, നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു എന്ന് സിദക്കിയാവ് പറയിച്ചു. യിരെമ്യാവ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നവനാണെന്നും അവൻ്റെ പക്കൽ ദൈവത്തിൻ്റെ ദൂത് ഉണ്ട് എന്നും യിരെമ്യാവ് ദൈവവുമായി സജീവ ബന്ധത്തിലാണെന്നും സിദക്കിയാവിന് അറിയാമായിരുന്നു. എത്ര രസകരമായിരിക്കുന്നില്ലേ? ഇതെല്ലാം അറിയാമായിരുന്നിട്ടും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവനെ പീഡിപ്പിച്ച രാജാവും കൂടിയാണ് ഈ സിദക്കിയാവ്. അപ്പോൾ പ്രശ്നത്തിൻ്റെ സമയത്ത് മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയായിട്ടാണ് നമുക്ക് സിദക്കിയാവിനെ കാണുവാൻ കഴിയുന്നത്. എല്ലാം സുഗമമായി യാതൊരു പ്രതികൂലവും പ്രയാസവും ഇല്ലാത്തപ്പോൾ ദൈവത്തെ ആവശ്യമില്ല എന്ന് കരുതുന്ന ഒരു മനുഷ്യനെയാണ് ഈ സിദക്കിയാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ യിരെമ്യാവിൽ നിന്നും അവന് യാതൊരു ആശ്വാസവും ലഭിച്ചില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകാത്ത പക്ഷം നെബൂഖദ്നേസർ വരാൻ പോകുന്നു എന്നും അവൻ പട്ടണത്തെ നശിപ്പിക്കുമെന്നും യിരെമ്യാവ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു കൊടുത്തു. അതാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് പറഞ്ഞു. 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ ഈ ജനത്തോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും അത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെ സംബന്ധിച്ചും ദൈവം നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവം പറയുന്നത് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാൻ അയച്ചു എന്നാണ്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ വഹിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. അവൻ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ നീതീകരണത്തിന് വേണ്ടി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താങ്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ താങ്കൾ അവനിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അവനിൽ വസിക്കേണ്ടത് ആവശ്യമാണ്. താങ്കളുടെ രക്ഷകനായി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളെ ക്രിസ്തുവിലാക്കി തീർക്കും. അങ്ങനെ താങ്കൾ ചെയ്യുമ്പോൾ താങ്കൾ ഒരു ദൈവപൈതലായിത്തീരുന്നു. ദൈവവചനം പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നത്രേ. യെഹോയാക്കീനെതിരായുള്ള ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായി അവൻ്റെ പിതാവായ യെഹോയാക്കീമിന് എതിരായുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 22-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്. യെഹോയാക്കീമും ഒരു ദുഷ്ടരാജാവായിരുന്നു. എന്നാൽ അവൻ്റെ ഭരണകാലത്ത് ദേശത്ത് അഭിവൃദ്ധി ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു.
ധനവാന്മാർ കൂടുതൽ ധനവാന്മാരായിക്കൊണ്ടിരുന്നു, പാവങ്ങൾ കൂടുതൽ ദാരിദ്ര്യവും അനുഭവിച്ചിരുന്നു. തിരുവചനത്തിൽ ദരിദ്രരെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ദൈവം അവരെക്കുറിച്ച് വളരെയധികം കരുതലുള്ളവനാണ് എന്ന് പഴയ നിയമവും പുതിയ നിയമവും പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ യെഹോയാക്കീമിനെക്കുറിച്ചുള്ള ദൂത് ആരംഭിക്കുന്നു. തെറ്റായ മാർഗത്തിൽ കൂടി ആളുകൾ പണക്കാരായിക്കൊണ്ടിരുന്ന ഒരു കാലം, പാവങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നതായ, അവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം. 14-ഉം 15-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നിന്റെ അപ്പനും എന്ന് പറഞ്ഞിരിക്കുന്നത് യോശിയാവിനെ കുറിച്ചാണ്. യോശിയാവ് ഒരു നല്ല രാജാവായിരുന്നു എന്ന് നാം നേരത്തെ പഠിച്ചതാണല്ലോ. യോശിയാവിനെക്കുറിച്ച് 15-ഉം 16-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല, അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. എന്നാൽ യെഹോയാക്കീമിൻ്റെ കാലത്ത് ധനവാന്മാർ തെറ്റായ മാർഗങ്ങളിൽ കൂടി കൂടുതൽ ധനവാന്മാരാകുകയും പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരായി തീരുകയുമാണ് ചെയ്തിരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് വളരെയധികം കാര്യങ്ങൾ പറയുവാനുണ്ട്. ദരിദ്രരെ പീഡിപ്പിക്കുകയും അവരെ കവർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ധനവാന്മാർ ധനം കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ കാര്യം യെരമ്യാവ് സൂചിപ്പിക്കുന്നു. അവർ ദരിദ്രരെ കൊണ്ട് കഠിനവേല ചെയ്യിക്കുകയും അവർക്ക് ശരിയായി കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ അധികാരത്തിലും പണക്കൊഴുപ്പിലും അവർ തങ്ങൾക്ക് വലിയ കൊട്ടാരങ്ങൾ പണിയുകയും അതിൽ പാർക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ അകൃത്യങ്ങളും തെറ്റുകളും ദൈവം മറന്നു കളഞ്ഞു എന്നാണ് അവർ കരുതിയിരുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യാക്കോബ് 5:1 മുതൽ: അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾക്കാണ് ദൈവം ധനവാന്മാരെ കുറ്റപ്പെടുത്തുന്നത്. ഒന്ന്, അവർ പണം സമ്പാദിച്ച മാർഗം, അവർ തങ്ങളുടെ പണം ചെലവഴിച്ച രീതിയാണ്. രണ്ടാമത്തേത്, യോശിയ രാജാവിൻ്റെ ഭരണകാലത്ത് അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തിരുന്നു. അന്ന് അവന് നന്നായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം സകല കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നു എന്ന കാര്യം നാം മറക്കരുത്. ദരിദ്രന്മാരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് ദൈവം കാണുന്നു. ധനവാൻ അത്യാഗ്രഹിയായി പണം സമ്പാദിക്കുന്നത് ദൈവം കാണുന്നു. അവർ തങ്ങളുടെ പണം തങ്ങളുടെ സുഖോല്ലാസങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നത് ദൈവം അറിയുന്നു. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യെഹോയാക്കീമിൻ്റെ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അവൻ്റെ മേൽ വന്നതായ ന്യായവിധി. 24-ഉം 25-ഉം വാക്യങ്ങളിൽ കൊന്യാവിന്മേലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. കൊന്യാവ് എന്ന ഈ പേരുകൊണ്ട് യെഹോയാക്കീനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. യെഹോയാക്കീന് കൊന്യാവ് എന്ന പേരും ഉണ്ടായിരുന്നു. ദൈവം എന്തുകൊണ്ടാണ് ഇവിടെ കൊന്യാവ് എന്ന് വിളിച്ചിരിക്കുന്നത്? യഹോവ എന്ന പേരിനോട് ചേർത്ത് അത് വരാതിരിക്കുവാൻ ദൈവം ശ്രദ്ധിച്ചതായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവം തുടർന്ന് ഇപ്രകാരം പറയുന്നു: അവൻ എൻ്റെ വലം കൈക്കൊരു മുദ്രാമോതിരമായിരുന്നാലും ഞാൻ അവനെ ഊരി എറിഞ്ഞു കളയുമെന്ന്. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് ദേശമേ 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 യഹോവയുടെ വചനം കേൾക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി മുഴുവൻ തൻ്റെ സാക്ഷികളാകുവാൻ ദൈവം വിളിക്കുന്നു. യഹൂദ ദേശത്ത് കൊന്യാവിൻ്റെ പിൻഗാമികളിൽ ആരും തന്നെ ഇനിയും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയോ ഭരണം നടത്തുകയോ ചെയ്യുകയില്ല. യോസഫിന് യേശുവിൻ്റെ പിതാവായിരിക്കുവാൻ കഴിയാഞ്ഞതിൻ്റെ ഒരു കാരണം അതാണ് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. യോസഫ് യെഖൊന്യാവിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവം പറയുന്നു, ആ വംശത്തിൽ ഉൾപ്പെട്ട യാതൊരുത്തനും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കയില്ല എന്ന്. അതിനുശേഷം ദാവീദിൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം? വേറെ ഒരു പ്രവചനം ശ്രദ്ധിക്കുക. യെരമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം:
ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദാവീദിനൊരു പുരുഷനില്ലാതെ വരികയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരിക്കും, എന്നാൽ അത് യെഖന്യാവിൻ്റെ വംശത്തിൽപ്പെട്ടവനായിരിക്കയില്ല എന്നർത്ഥം. യെരമ്യാ പ്രവചനം 36 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അതുകൊണ്ട് യഹൂദ രാജാവായ യെഹോയാക്കീമിനെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവൻ്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞും ഏൽപ്പാൻ എറിഞ്ഞുകളയും. യെഹോയാക്കീം യെഖൊന്യാവിൻ്റെ അപ്പനായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതത്രേ. ദൈവം ആ വംശത്തെ തള്ളിക്കളഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2 വംശാവലികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 1 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വംശാവലി യോസഫിലേക്ക് നടത്തുന്നതാണ്. ദാവീദിൽ നിന്ന് ശലോമോനിലും യെഖന്യാവിലും കൂടി യോസഫിലേക്ക് നടത്തുന്ന വംശാവലിയാണത്. യോസഫിൻ്റെ വംശം യേശുവിന് സിംഹാസനത്തിനുള്ള നിയമപരമായ അവകാശം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ യോസഫ് യേശുവിൻ്റെ പിതാവായിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. യേശു ആ വംശത്തിൽപ്പെട്ടവനല്ലായിരുന്നു. 2ാമത്തെ വംശാവലി ലൂക്കോസിൻ്റെ സുവിശേഷം 3 അധ്യായത്തിൻ്റെ 23 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അത് മറിയയുടെ വംശാവലിയാണ്. അത് ശലോമോനിൽ കൂടിയല്ല, ദാവീദിൻ്റെ മറ്റൊരു മകനായ നാഥാനിൽ കൂടിയുള്ള വംശാവലിയായിരുന്നു. ആ വംശത്തിൽ യാതൊരു ശാപമോ ശിക്ഷാവിധിയോ ഇല്ല. കർത്താവായ യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു. അവൻ മശിഹായുടെ വംശത്തിൽ പിറന്നു. ദാവീദിൻ്റെ സിംഹാസനത്തിനുള്ള രക്തബന്ധാവകാശം അങ്ങനെയാണ് യേശുവിന് ലഭിച്ചത്. ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുവാനായി ദൈവം ഭൂമിയെ വിളിക്കുന്നത്. ദേശമേ 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 യഹോവയുടെ വചനം കേൾക്ക. ഈ വിധത്തിലാണ് ദൈവം ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്. അത് ദേശം കാണും, ലോകം കാണും. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. തനിക്കിഷ്ടമുള്ളവരുടെ മേൽ ശിക്ഷാവിധി അയക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നിട്ടും ദാവീദിൻ്റെ പിൻഗാമിയിൽ കൂടി മശിഹ വരുമെന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കുന്നതിനും ദൈവത്തിന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നും ഒരുപോലെ വിശ്വസിക്കാവുന്നതാണ്. താങ്കളുടെ ജീവിതത്തിലും അത് അതുപോലെ സത്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. സങ്കീർത്തനങ്ങൾ 2 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണിവ. ദൈവകോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള ഏക വഴിയാകുന്നു കർത്താവായ യേശുക്രിസ്തു. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു നൽകുന്ന ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.